വെൽക്കം ടു സ്റ്റാൻഡേർഡ് 8 മാത്സ് ക്ലാസ് ചാപ്റ്റർ 7 അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ പാർട്ട് 7 ആണ്. പേജ് 141 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. 2 ക്വാണ്ടിറ്റീസ് ആർ ഇൻ ദ റേഷ്യോ 3:5. രണ്ട് അളവുകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. ഇഫ് ദ സ്മോളർ എലോൺ ഈസ് മെയ്ഡ് 4 times ദ ഒറിജിനൽ, അതായത് ചെറിയ അളവെന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതിൻ്റെ 4 times ആക്കുന്നു. വാട്ട് വുഡ് ബി ദ റേഷ്യോ? ഇഫ് ദ സ്മോളർ ഈസ് ഡബിൾഡ് ആൻഡ് ദ ലാർജർ ഈസ് ഹാവ്ഡ്, അതായത് ചെറിയ അളവ് ഇരട്ടിയാക്കുന്നു. 2x ആണെങ്കിൽ നമ്മൾ ചെറിയ അളവ് 3x ആണെങ്കിൽ അതിൻ്റെ ടോയ്സ് ആക്കുന്നു. അതുപോലെ തന്നെ വലിയ അളവ് ഹാഫ് ആക്കുന്നു, പകുതിയാക്കുന്നു. വാട്ട് വുഡ് ബി ദ റേഷ്യോ? രണ്ട് അളവുകൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ചെറിയ അളവ് മാത്രം 4 മടങ്ങാക്കിയാൽ അംശബന്ധം എന്താകും? ചെറിയ അളവ് 2 മടങ്ങാക്കുകയും വലിയ അളവ് പകുതിയാക്കുകയും ചെയ്താൽ അംശബന്ധം എന്താകും? ഇപ്പോൾ അളവുകൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആയതുകൊണ്ട് നമുക്ക് ചെറിയ അളവ് 3x എന്നെടുക്കാം, വലിയ അളവ് 5x എന്നും എടുക്കാം. അതായത് സ്മോളർ ക്വാണ്ടിറ്റി 3x, ലാർജർ ക്വാണ്ടിറ്റി 5x. ചെറിയ അളവ് മാത്രം 4 മടങ്ങാക്കിയാൽ പുതിയ അംശബന്ധം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചെറിയ അളവിൻ്റെ 4 മടങ്ങ് 4 times ദ സ്മോളർ ക്വാണ്ടിറ്റി. നമ്മുടെ ചെറിയ അളവ് എന്ന് പറയുന്നത് 3x ആണല്ലോ. അപ്പോൾ അതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4 × 3x, അതായത് 12x. വലിയ അളവിന് മാറ്റം വരുത്തിയിട്ടില്ല. വലിയ അളവ് ഇപ്പോഴും 5x തന്നെയാണ്. അപ്പോൾ പുതിയ അംശബന്ധം എങ്ങനെ വരും? പുതിയ അംശബന്ധം അല്ലെങ്കിൽ പ്രസൻറ്റ് റേഷ്യോ എന്ത് വരും? 12x ഈസ്റ്റു ആദ്യത്തെ വലിയ അളവ് 5x തന്നെയാണ്, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ദാറ്റ് ഈസ് 12:5. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ആദ്യം ചെയ്തത്. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഇഫ് ദ സ്മോളർ ഈസ് ഡബിൾഡ്. അപ്പോൾ ഡബിൾ ദ സ്മോളർ സൈഡ്, ഡബിൾ ദ സ്മോളർ ക്വാണ്ടിറ്റി. സ്മോളർ ക്വാണ്ടിറ്റിയുടെ ഡബിൾ എന്ത് വരും? അതായത് സ്മോളർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 3x ആണ്. അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2 × 3x, അതായത് 6x. ചെറിയ അളവിൻ്റെ 2 മടങ്ങ്, അതാണ് 6x. ഇനി വലിയ അളവിന് മാറ്റം വന്നിട്ടുണ്ടല്ലോ. വലിയ അളവ് പകുതിയാക്കി. അപ്പോൾ വലിയ അളവിൻ്റെ പകുതി അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി ലാർജർ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ വലിയ അളവിൻ്റെ പകുതി. എത്രയാണ്? വലിയ അളവ് എത്രയായിരുന്നു? 5x. അതിൻ്റെ പകുതി എന്ന് പറയുമ്പം 5x/2. ഇനി ഇപ്പോഴത്തെ അംശബന്ധം അല്ലെങ്കിൽ പ്രസൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അംശബന്ധം എന്താണ്? ഇപ്പോഴത്തെ അംശബന്ധം 6x-ഉം 5x/2. 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 12x5x, ദാറ്റ് ഈസ് 12:5.